ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. അതായത് നമ്മളെ അടുക്കളയിലൊക്കെ നമുക്ക് കറിക്കിടുന്ന വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളി വെച്ച് നമ്മൾ അത് നട്ടു മുളപ്പിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ചെറിയൊരു ബോട്ടിലെടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ടൈപ്പിൽ മൂടിയുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ അത് മുള്ളും ചുറ്റും ഒന്ന് മുറിക്കുമ്പോൾ ആ സൈഡൊക്കെ ഒന്ന് പൊട്ടിപ്പോയിന് കേട്ടോ. അത് ഒരു സൈഡ് ഒരു ലെവലിലൊന്നും വന്നിട്ടില്ല. എന്നാലും ഒരു വക ഞാൻ മുറിച്ചെടുത്തു. കുറച്ച് ഹോൾസെല്ലാം ഉണ്ടാക്കി കുറച്ച് കരിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയല്ലേ, ആ മഴയായതുകൊണ്ട് ഫുള്ള് മണ്ണൊക്കെ നനഞ്ഞിട്ടുള്ളത്, കരിയിലയും ഒക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് 3 വെളുത്തുള്ളിയുടെ അല്ലിയേ എടുക്കുന്നുള്ളൂ. ഇത് എന്തായി കിട്ടുമെന്ന് അറിയില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് കുറച്ച് കരിയില എടുത്തിട്ടുണ്ട്. കരിയില നമുക്കൊന്ന് കുറച്ച് ആ ബോട്ടിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. കരിയില കുറച്ച് ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് കുറച്ച് മണ്ണ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്നുകൂടി നമ്മൾ കരിയില ഇട്ട് കൊടുക്കണം. കുറച്ച് കരിയിലയും മണ്ണും അങ്ങനെയായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിത് ഒന്നുകൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് മണ്ണിട്ട് കൊടുക്കാം. മഴ വന്നുകൊണ്ട് നല്ല നനവാണ് കേട്ടോ ഈ മണ്ണ്. അതുകൊണ്ട് നമ്മൾ അല്ലി ഇട്ടതിന് ശേഷം നമ്മളത് നന്നായിട്ട് അങ്ങനെ വെള്ളം അങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല. കുറച്ചൊന്ന് നനച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് മൊത്തം ഒന്ന് ചീഞ്ഞ് പോവും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. നമുക്കിത് ഇതിൻ്റെ പിന്നെ വെളുത്തുള്ളീൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് മേലെ ഭാഗത്തായിട്ടാണ് നമ്മളിത് നട്ടു കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് മഴ കൊള്ളാത്ത സ്ഥലത്തായിരിക്കണം കേട്ടോ കൊണ്ടുവെക്കേണ്ടത്. മഴയില്ലാത്ത സ്ഥലത്ത് ഞാനതൊന്ന് എടുത്ത് കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഇത് മുള വരുന്നത് വരെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മുള വന്നതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അടുത്ത വീഡിയോ ഞാൻ മുള വന്നതിന് ശേഷം അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും.